നവകേരള ക്ഷേമ സർവേ എന്ന PR വർക്ക് ഹൈക്കോടതി തടഞ്ഞത് നന്നായി. അയ്യപ്പ സംഗമം പോലെ കോടികൾ മുടക്കിയുള്ള സർക്കാരിന്റെ മുഖം മിനുക്കൽ പദ്ധതിയാണ് ഹൈക്കോടതി തടഞ്ഞത്. സർക്കാർ ചെലവിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഇത് ജനങ്ങൾക്ക് ഉപകാരമാകുന്ന പദ്ധതി ആയിരുന്നില്ല, മറിച്ച് ജനവികാരം മനസ്സിലാക്കാനുള്ള PR തന്ത്രമായിരുന്നു. ഭരണ തുടർച്ചയ്ക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സർക്കാർ ചെലവിൽ മനസ്സിലാക്കാനുള്ള തന്ത്രം. രണ്ടാം തുടർഭരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി തുടർച്ചയായി മൂന്നാമതും ഭരിക്കാനുള്ള നീക്കത്തിനിടെയാണ് സംശയം തോന്നി നവകേരള സർവേ പദ്ധതി നടത്താൻ തീരുമാനിക്കുന്നത്. ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാനും ജനഹിതം അറിയാനും ചോദ്യാവലിയുമായി സർക്കാർ ചെലവിൽ പാർട്ടിക്കും മുന്നണിക്കുമായി നടത്തുന്ന പദ്ധതി. ഇതിനായുള്ള വോളണ്ടിയർമാർ വീടുകൾ കയറി തുടങ്ങിയിരുന്നു. ജനങ്ങളുടെ മനസ്സറിയുന്നതിനൊപ്പം സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രചാരണവും ഇവരിലൂടെ നടത്തി വരികയായിരുന്നു. CPM, DYFI, SFI പ്രവർത്തകരായിരുന്നു നവകേരള സർവേക്കായി വീട് കയറി വന്നത്. അതായത് സർക്കാർ ചെലവിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം. 20 കോടി രൂപയാണ് സർവേക്കായി മാറ്റിവെച്ചത്. 80 ലക്ഷം വീടുകളിൽ കയറാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നിട്ടത് സർക്കാർ ഏറ്റെടുക്കുന്നു. അൻസ് ഈ വോളണ്ടിയർമാർക്ക് സർക്കാർ പണം കൊടുക്കുന്നു. അപ്പോൾ DYFIക്കാരെ കൊണ്ടും CPMകാരെ കൊണ്ടും സർവേ നടത്തിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനും ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ആളുകളിൽ എത്തിക്കാനും നടത്തിയ ശ്രമമാണ്. അതായത് നേട്ടങ്ങളെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ എത്താനും വേണ്ടി നടത്തിയ അതിനെ പ്രതിപക്ഷം അതിശക്തിയായി എതിർത്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല അത് ബജറ്റ് മാനുവലിൻ്റെ ലംഘനമാണ്, സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർക്കാരിൻ്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFIക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവന്മാർ സർവേ നടത്താൻ പോകുന്നത്. ഇവർ 10 കൊല്ലത്തിൻ്റെ ഭരണം പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇനിയാണ് കേരളം നന്നാക്കുന്നതിനെ കുറിച്ചുള്ള സർവേ നടത്തുന്നത്. അതല്ല, യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്നും DYFIക്കാർക്കും CPMനും ഫണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അതിനെയും ചോദ്യം ചെയ്യാൻ പോവാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ കോളനികൾ കയറി ഇറങ്ങി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ്. അവർ വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ നേട്ടങ്ങൾ, അതായത് CPMകാർ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട നോട്ടീസും മറ്റു കാര്യങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ട്രൈബൽ കോളനികളിൽ വിതരണം ചെയ്യിപ്പിക്കുക. ഇവർ ചെല്ലുമ്പോൾ തന്നെ പേടിയാണല്ലോ. ഗുരുതരമായ പരാമർശങ്ങളാണ് CPMനെതിരെ ഹൈക്കോടതി ഉത്തരവിലുള്ളത്. നവകേരള സർവേയെക്കുറിച്ച് CPMന് നേരത്തെ വിവരമുണ്ടായിരുന്നു. സർക്കാർ ഉത്തരവ് വരുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചു. പാർട്ടി കേഡർമാരെ ഉപയോഗിച്ച് സർവേ നടത്താനായിരുന്നു ഇത്. സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്നാണ് ഹൈക്കോടതി ഇതിന് നൽകിയ വിശേഷണം. തികച്ചും സർക്കാർ പരിപാടിയാണെന്നും പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ലെന്നുമുള്ള വാദത്തിനാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ തിരിച്ചടിയുണ്ടായത്. CPMന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി പൊതു ഖജനാവിലെ പണം ഉപയോഗിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തിയത് പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ്. മൂന്നാം തുടർഭരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നവകേരള സർവേ നടത്തുന്നത് എന്നാണ്. ഇത് അധികാര ദുർവിനിയോഗമല്ലെങ്കിൽ മറ്റെന്താണ്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സംസ്ഥാന ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് മൂന്നാം തുടർഭരണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സർവേ നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയല്ലേ? കേരളത്തിൽ ഭരണം മാറിയൊക്കെ വരും. ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നീട് മറുപടി പറയേണ്ടി വരും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്ന എല്ലാം ചെയ്തു കൊടുത്ത് ഈ നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നവകേരള. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശക്തമായി തന്നെ വിമർശിക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇനിയും KK വേണുഗോപാലിനെ പോലെ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ഇതിനുള്ള പണം ജനങ്ങൾ വഹിക്കണം. ഇത് തുടർഭരണത്തിന് വേണ്ടി സർക്കാർ മെഷീനറിയുടെ ദുരുപയോഗമാണ്. ഈ ദുരുപയോഗത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നാളെ മറുപടി പറയേണ്ടി വരും. ഒരു മറയുമില്ലാത്ത അഴിമതി. പദ്ധതിക്കായി പണം അനുവദിച്ചതും വ്യവസ്ഥകൾ പാലിച്ചല്ല. ധനകാര്യ വകുപ്പിന്റെ അനുമതി പോലും ഇല്ലാതെയായിരുന്നു നവകേരള സർവേയുടെ ഒറ്റ ലക്ഷ്യം തുടർഭരണം മാത്രമായിരുന്നു. ഇതിനായി പാർട്ടി കേഡർമാരെ നിയോഗിച്ചത് എന്തുകൊണ്ട്? തുടർഭരണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. തുടർഭരണത്തിന് പല വഴികൾ തേടുകയാണ് പാർട്ടിയും മുന്നണിയും. മിക്കതും PR സ്പെഷ്യൽ വർക്കുകൾ. സർക്കാർ പണവും ഇതിനായി വാരിക്കോരി ചെലവാക്കുന്നതിന്റെ ഉദാഹരണം.
അങ്ങനെയൊരു നീക്കമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെ അപ്പീൽ വിജയിച്ചില്ലെങ്കിൽ സർക്കാരിനേറ്റ കളങ്കം ഇരട്ടിക്കും.